വെൽക്കം ബാക്ക് എവരിവൺ. ദിസ് ഈസ് ഹരീഷ് ഫ്രം ടെക് ടോക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ടെക് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന ഒരു പ്രൊഡക്റ്റ് ബീറോളാണ്. അപ്പോൾ അത് സ്മൂത്തായിട്ട് ചെയ്യാനുള്ള കുറച്ച് ടിപ്സും ഹാക്സൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള അടിപൊളി വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. എന്താണ് ബീറോൾ? ബീറോളിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എ റോളിനെ പറ്റി ആദ്യം പറയണം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എ റോൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വീഡിയോയുടെ പ്രൈമറി സെറ്റ് ഓഫ് വീഡിയോസാണ് എ റോൾ. അതുപോലെ നമ്മൾ വീഡിയോയിൽ പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു എക്സ്ട്രാ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെക്കൻഡറി സെറ്റ് ഓഫ് ഫുട്ടേജസിനെയാണ് സിംപ്ലി ബീറോൾ എന്ന് പറയുന്നത്. ബീറോൾസ് ഏത് രീതിയിലും ഷൂട്ട് ചെയ്യാം, പക്ഷെ അതൊരു ക്രിയേറ്റീവ് രീതിയിൽ ഷൂട്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഒരു വീഡിയോ നല്ല ഇൻട്രസ്റ്റിങ്ങും അതുപോലെ എൻഗേജിങ്ങും ആക്കാൻ നമുക്ക് സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ വെച്ച് തന്നെ ഒരു പ്രൊഡക്റ്റ് ഷൂട്ട് എങ്ങനെ ക്രിയേറ്റീവായി ബീറോൾ എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബേസിക്കായിട്ട് 3 പ്രോപ്പർട്ടീസാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഓബ്ജക്റ്റ്, പിന്നെ ഒരു ലൈറ്റ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവറും. ഇതെൻ്റെ മകൻ്റെ ഒരു ടോയ് ആണ്. ഇതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ്. അത്യാവശ്യം നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഈ ഒരു ടോയ്ക്ക്, അതുകൊണ്ടാണ് ഇതെടുക്കാൻ കാരണം. പിന്നെ അഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു മാക്രോ ലെൻസാണ്. ഈ ഒരു ലെൻസ് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഞാൻ പിന്നെ ആ ടോയുടെ എക്സ്ട്രീം ഡീറ്റെയിൽ എടുക്കാൻ മാത്രമാണ് ഈ ലെൻസ് ഉപയോഗിച്ചത്. നോർമലി നമ്മൾ ഒബ്ജക്റ്റിനെ ലൈറ്റ് ചെയ്തിട്ടാണ് സാധാരണ ബീറോൾസ് എടുക്കാറുള്ളത്. പക്ഷേ ഇത്തവണ ഒരു ഡാർക്ക് ആംബിയൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ബാക്ക് ലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഒരു LED വീഡിയോ ലൈറ്റും ഞാൻ ഇതിനു വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ലൈറ്റ് ഉപയോഗിച്ചിട്ടാകുമ്പം ഒരു LED വാൾ ഫീല് നമുക്ക് ആ വീഡിയോന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ കാണാറുണ്ടല്ലോ വലിയ വലിയ കാറൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ LED വാൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു ഫീല് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു LED ലൈറ്റും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടതൊരു ഡാർക്ക് ആംബിയൻസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ റിഫ്ലക്ടറിൻ്റെ ബ്ലാക്ക് പൊസിഷൻ ഇവിടെ ബാക്കിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരു ബ്ലാക്ക് ക്ലോത്തും വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് കവർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നല്ല സ്മൂത്ത് ഫിനിഷുള്ള ഒരു ബേസാണ് വേണ്ടത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബ്ലാക്ക് കളറുള്ള ഒരു ഫ്ലോർ ടൈലാണ് ഞാൻ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതാകുമ്പോൾ ഒരു സ്റ്റുഡിയോ ഫ്ലോർ ഫീലും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് എമർജൻസി ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഇവിടെ പിറകിൽ ലൈറ്റ് പ്ലേസ് ചെയ്യാം. പിന്നെ ലൈറ്റ് ഫ്രണ്ടിലായിട്ട് നമ്മുടെ ഓബ്ജക്റ്റും വെക്കാം. പിന്നെ ഞാൻ ആദ്യം കാണിച്ച പോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കറിയാം പ്ലാസ്റ്റിക് കവർ വളരെ സ്മൂത്തായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ സർഫേസിലൂടെ സ്മൂത്തായിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്യിക്കാൻ സാധിക്കും. എന്തായാലും സ്ലൈഡർ ലൈക്ക് ഷോട്ട്സ് എടുക്കാൻ ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആവും. നമ്മുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യാം. ക്ലിപ്സ് സ്ലോ മോഷനിൽ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സ്ലോ മോഷനിൽ എടുക്കുന്ന ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിലുള്ള ചെറിയ ഷെയ്ക്സ് ആൻഡ് ബംസ് ഒക്കെ കുറച്ച് സോഫ്റ്റായി കിട്ടും. ചില മൊബൈൽസിൽ ലോ ലൈറ്റ് വളരെ ഫ്ലിക്കറിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോർമൽ വീഡിയോ ആയിട്ട് തന്നെ എടുത്താൽ മതി. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും എക്സ്പോഷറും ഫോക്കസും ലോക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബ്രൈറ്റ്നസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ഓബ്ജക്റ്റ് ഒഴികെ ബാക്കിയൊക്കെ മാക്സിമം ബ്ലാക്ക് വരുന്ന രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഈ വീഡിയോന് പറ്റിയൊരു മ്യൂസിക് സെലക്ട് ചെയ്യണം. അതിനായി ആർട്ട് ലിസ്റ്റ് എന്ന സൈറ്റിൽ നിന്നാണ് ഞാൻ ഇത്തവണ മ്യൂസിക് പർച്ചേസ് ചെയ്യുന്നത്. യൂഷ്വലി വളരെ ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണിത്, നല്ലൊരു മ്യൂസിക് കണ്ടുപിടിക്കുക എന്നുള്ളത്. അതിൽ ഈ ഒരു ട്രാക്ക് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സ്ലോ പേസിലാണ് ഈ ഒരു മ്യൂസിക് തുടങ്ങുന്നത്. അപ്പോൾ നല്ലൊരു ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ ഈ മ്യൂസിക്കിന് സാധിക്കും.
നമ്മുടെ വീഡിയോയിലുള്ള മെയിൻ ഒബ്ജക്റ്റ് റിവീൽ ചെയ്യാതെ ചെറിയ ചെറിയ മാക്രോ ഷോട്ട്സൊക്കെ നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. അതിന് ആപ്റ്റായിട്ടുള്ള പൊസിഷനാണിത്. അതുപോലെ നല്ലൊരു ടേക്ക് ഓഫിനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ തൊട്ടായിരിക്കും നമ്മൾ ഒബ്ജക്റ്റ് റിവീൽ ചെയ്യുന്നത്. അടിപൊളി. നമുക്ക് ഈ ട്രാക്ക് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫൈനൽ കട്ട് പ്രോ ആണ്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടാകും, പക്ഷേ അതിൽ നിന്ന് ഓരോന്നും പ്ലേ ചെയ്ത് നോക്കി നല്ല ഫുട്ടേജസ് മാത്രം നമ്മുടെ ടൈം ലൈനിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ക്ലിപ്സ് ഏത് ഓർഡറിലാണ് കാണിക്കേണ്ടതെന്ന് പ്ലാൻ ചെയ്യുക. എന്നിട്ട് ആ ക്ലിപ്സ് 1 by 1 ആയിട്ട് നമ്മുടെ ടൈം ലൈനിലേക്ക് പ്ലേസ് ചെയ്യുക. അടുത്തത് ഞാൻ നേരത്തെ പർച്ചേസ് ചെയ്ത മ്യൂസിക് നമ്മുടെ ടൈം ലൈനിലേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ നമ്മുടെ മൂവിയുടെ അല്ലെങ്കിൽ ബി റോളിൻ്റെ ലെങ്ത് ഏകദേശം ഫിക്സ് ചെയ്യണം, എത്ര മിനിറ്റ് ഡ്യൂറേഷൻ വേണമെന്നുള്ളത്. ഏകദേശം 1 മിനിറ്റിൻ്റെ ഒരു ബി റോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏകദേശം 1 മിനിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പം ഇവിടെ വെച്ച് കട്ട് ചെയ്യാം. കീബോർഡിൽ ബി പ്രസ് ചെയ്യുന്നു, അതാണ് ബ്ലേഡ് ടൂളിൻ്റെ ഷോർട്ട് കട്ട്. ഇവിടെ വെച്ച് കട്ട് ചെയ്യാണ്. അതിനുശേഷം ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ എൻഡ് പോർഷൻ ഒന്ന് ഫേഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം, ഞാൻ മ്യൂസിക്കലിയാണ് എൻ്റെ ഷോർട്സ് കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് മ്യൂസിക് കേട്ടിട്ട് എവിടേക്കാണ് ഷോർട്സ് മാറേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്. അതിനായി നമ്മുടെ ഓഡിയോ ക്ലിപ്പ് ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം കീബോർഡിൽ എം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ട്രാക്കിന് മുകളിൽ മാർക്കേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, മാർക്കേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടേക്കാണ് നമ്മുടെ ക്ലിപ്പിൽ കട്ട് വരേണ്ടത്? ഓക്കെ, ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. രണ്ടാമത്തെ ക്ലിപ്പ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക്. അപ്പോൾ രണ്ടും കൂടെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഫസ്റ്റ് ക്ലിപ്പ് റിവേഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മുടെ വീഡിയോയുടെ ബിഗിനിങ് ഈ ഒരു വീല് സെൻറ്റർ പോർഷനിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഫസ്റ്റ് ക്ലിപ്പ് ഞാൻ 240 FPS ഷൂട്ട് ചെയ്തത്. അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇത് ഫാസ്റ്റ് ആക്കാനായി 2x കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഫസ്റ്റ് കട്ട് വരേണ്ടത് ഈ മാർക്കറിലാണ്. അപ്പോൾ ഞാനിത് പ്ലേ ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓക്കെയാണ്. ഇനിയിപ്പം ഇത് എൻഡ് ചെയ്യേണ്ട ഇത് പോയിൻറ്റിലേക്കാണ് നോക്കാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ദെൻ എൻഡ് പോയിൻ്റ് കൂടുതൽ ബ്ലാക്ക് ഔട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ട, ഇവിടെ കുറച്ച് ട്രിം ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്ലിപ്പിൽ നിന്നും സെക്കൻഡ് ക്ലിപ്പിലേക്ക് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പീഡ് റാമ്പ് കൊടുക്കാൻ പോവുകയാണ്. സ്പീഡ് റാമ്പിംഗ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് മാർക്ക് ചെയ്യാനായി കീബോർഡിൽ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്യാം. ഓക്കെ, ഇവിടെ തൊട്ടാണ് സ്പീഡ് റാമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ സ്പീഡ് ഒരു 20x കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ക്ലിപ്പ് സ്പീഡ് 120 FPS ആയതുകൊണ്ട് വളരെ സ്ലോ ആണ്. അതുകൊണ്ട് സ്പീഡ് റാമ്പിങ്ങിൻ്റെ സ്പീഡും ഇൻക്രീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ 4000 കൊടുക്കുകയാണ് പെർസെൻറ്റേജ്. ഈ ഒരു സ്പീഡ് റാമ്പിംഗ് എൻഡ് ചെയ്യേണ്ടത് ആ മാർക്കറിലാണ്. അതുകൊണ്ട് ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഞാനിവിടെ മോഡിഫൈ ചെയ്യുകയാണ്. അതിനായി ആ പോയിന്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ആ ക്ലിപ്പിൻ്റെ എൻഡ് പോയിൻ്റ് മാർക്കറിൽ വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, സ്പീഡ് റാമ്പ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്ലിപ്പിൻ്റെ ബിഗിനിങ്ങിലാണ് സ്പീഡപ്പ് ചെയ്യേണ്ടത്. ഈ രണ്ടാമത്തെ ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡെഡ് ഫ്രെയിംസ് ഉണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഈ ക്ലിപ്പിൻ്റെ സ്പീഡ് വളരെ സ്ലോ ആയതുകൊണ്ട് ഞാനിത് 2x സ്പീഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിങ് സ്പീഡ് റാമ്പ് ചെയ്യാനായിട്ട് ഈ ഭാഗത്തായിട്ട് ഞാനൊരു പോയിൻ്റ് ആഡ് ചെയ്യുകയാണ്. കീബോർഡിൽ ഷിഫ്റ്റ് ബി പ്രസ് ചെയ്യുക. ഇതിൽ നിന്ന് സ്പീഡ് സെലക്ട് ചെയ്ത് 20x കൊടുക്കുന്നു. ഇപ്പോൾ ഈ രണ്ട് ക്ലിപ്പിൻ്റെയും മിഡിലായിട്ട് ഒരു സ്പീഡ് റാമ്പ് ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു കട്ട് വരേണ്ടത് ഈ ഒരു മാർക്കറിലാണ്. അപ്പോൾ മാർക്കറിന് മുമ്പായിട്ട് ഈ ഒരു പോയിന്റിലായിട്ട് ഞാൻ സ്പീഡ് റാമ്പിനുള്ള പോയിൻ്റ് ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം സ്പീഡ് 20x കൊടുക്കുന്നു. ക്ലിപ്പ് മാർക്കറിൽ തന്നെ എൻഡ് ചെയ്യാനായിട്ട് ഞാൻ ഇതിൻ്റെ റാമ്പിംഗ് പോയിൻ്റ് എഡിറ്റ് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ സ്പീഡ് റാമ്പിംഗ് വാല്യൂ കൊടുക്കുന്ന എപ്പോഴും ശ്രദ്ധിക്കണം. കാരണം ചിലപ്പോൾ വളരെ സ്ലോ ആയിട്ടായിരിക്കും സ്പീഡ് റാമ്പ് ആവുന്നത്. അപ്പം ആ ഒരു കറക്റ്റ് ഒരു ഫ്ലോ കിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പീഡ് പെർസെൻറ്റേജ് ഞാൻ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യുകയാണ്. ഈ ഒരു ഷോട്ടിൽ ആ ടയർ ഫ്രെയിമിൻ്റെ സെൻട്രലായിട്ട് വരാനായിട്ട് ഞാൻ റിവേഴ്സായിട്ടാണ് ഷൂട്ട് ചെയ്തത്. എനിക്ക് ഈ ക്ലിപ്പ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്നതായിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ക്ലിപ്പിനെ റിവേഴ്സ് ചെയ്യുകയാണ്. ഓക്കെ, ബിഗിനിങ്ങിൽ കുറച്ച് ഡെഡ് ഫ്രെയിംസ് ഉണ്ട്. ഞാനത് ട്രിം ചെയ്ത് കളയാണ്. ഇനിയിപ്പോൾ ചെയ്യേണ്ടത് അടുത്ത ഫ്രെയിമിലോട്ട് റാമ്പ് ചെയ്ത് വരണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പോയിൻ്റ് ആഡ് ചെയ്യുകയാണ്. റാമ്പിംഗ് പോയിൻ്റ് ആഡ് ചെയ്യുകയാണ്. സ്പീഡ് 20x കൊടുക്കുന്നു. ശരിക്കും ഈ റാമ്പിംഗ് ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് ശരിയാക്കേണ്ടത്. ചിലപ്പോഴൊക്കെ കുറേ തവണ ട്രൈ ചെയ്താൽ മാത്രമേ ആ ഒരു സ്മൂത്ത് ഫ്ലോ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ആ ഒരു കറക്റ്റ് മാർക്കറിൽ തന്നെ ആ ക്ലിപ്പ് എൻഡ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലിപ്പ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ആംഗിളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ
ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലിപ്പിൻ്റെ എൻഡിങ്ങിൽ റാമ്പിംഗ് കൊടുക്കുന്നില്ല. ഈ ക്ലിപ്പ് ഞാൻ റിവേഴ്സ് കൊടുക്കുകയാണ്, കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ള മൂവ്മെൻറ്റാണ് എനിക്ക് വേണ്ടത്. ക്യാമറ മൂവ്മെൻറ്റ് സ്ലോ ആയതുകൊണ്ട് ഞാൻ 2x സ്പീഡപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ഒരു ക്ലിപ്പിൽ ആ വെഹിക്കിളിൻ്റെ ലോഗോ തെളിയുന്നത് വരെയുള്ള ഭാഗം നമുക്ക് സ്പീഡ് റാമ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ റാമ്പിംഗ് പോയിൻ്റ് ആഡ് ചെയ്യുന്നു, സ്പീഡ് 20x കൊടുക്കുന്നു. കഴിഞ്ഞ ക്ലിപ്പിൻ്റെ എൻഡിൽ റാമ്പിംഗ് കൊടുക്കാത്ത കാരണം ഈ ഒരു ക്ലിപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് ആ മാർക്കറിൻ്റെ പുറത്ത് ഓവർലാപ്പ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ ക്ലിപ്സിനും ഞാൻ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണ്. ക്ലോസപ്പ് ഷോട്ട്സ് കാണിച്ചതിന് ശേഷം പ്രൊഡക്റ്റ് റിവീൽ ചെയ്യാൻ പോകുന്ന പോർഷനാണിത്. അതുപോലെ ഇവിടെ ഒരു മ്യൂസിക് ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു വീഡിയോ ഫെയ്ഡ് ഔട്ട് കൊടുക്കാം. അതിനായി ഒപ്പാസിറ്റി കീ ഫ്രെയിമാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഈ ക്ലിപ്പിൻ്റെ മിഡിൽ പോർഷനിൽ വെച്ചിട്ട് ഞാനിവിടെ ഒപ്പാസിറ്റിയിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ഇനി ഈ ക്ലിപ്പിൻ്റെ എൻഡിൽ മറ്റൊരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് ഒപ്പാസിറ്റി 0 കൊടുക്കുന്നു. ഇപ്പോൾ ആ ഒരു ക്ലിപ്പ് സ്മൂത്തായിട്ട് ഫെയ്ഡ് ഔട്ട് ആവുന്നതായിട്ട് കാണാം. ഒന്ന് പ്ലേ ബാക്ക് ചെയ്യാം. പിന്നീട് ആ കിക്ക് വരുന്നിടത്താണ് പ്രൊഡക്റ്റ് റിവീൽ ആവുന്നത്. അപ്പോൾ അതേ പോയിൻ്റ് ഒരു ഗ്ലിച്ച് ഇഫക്റ്റും കൂടെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ പഞ്ച് ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലിപ്പിൻ്റെ 4-5 ഫ്രെയിംസ് കഴിഞ്ഞിട്ട് ഞാൻ സ്ലൈസ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ കട്ട് ചെയ്തു. പിന്നീട് FCPയുടെ ഇഫക്ട്സ് പാനലിൽ പോയിട്ട് ഒരു ഗ്ലിച്ച് ഇഫക്റ്റ് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ ബാക്കിയുള്ള എല്ലാ ക്ലിപ്സും എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇത് ഒരേ സമയത്ത് ഷൂട്ട് ചെയ്ത വീഡിയോസ് ആയതുകൊണ്ട് കളർ കറക്ഷൻ വലുതായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം എല്ലാത്തിനും ഒരേ ടോണാണ്. പിന്നെ ആകെ ബ്രൈറ്റ്നസ് കോൺട്രാസ്റ്റ് ലെവലിൽ മാത്രമേ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനിപ്പോൾ ഇവിടെ കറക്റ്റ് ചെയ്യുകയാണ്. ഈ ഒരു പോർഷൻ ഞാനിവിടെ സ്പീഡപ്പ് ചെയ്യാണ്, കാരണം കളർ ഗ്രേഡിങ്ങിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും സിമ്പിളായിട്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ട്രാൻസിഷൻ കുറച്ചുകൂടെ ഡൈനാമിക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നമുക്കിനി സൗണ്ട് എഫക്ട്സിൻ്റെ കൂടെ കണ്ടുനോക്കാം. ഓക്കെ, ഇനി സൗണ്ട് എഫക്ട്സും മ്യൂസിക്കും കൂടെ വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനി ഈ വീഡിയോന് മൊത്തത്തിലൊരു മൂഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഇവിടെ ഇൻസേർട്ട് ചെയ്യുകയാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ എന്തിനു ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വീഡിയോ എഫക്ട്സ് ആവട്ടെ, കളർ കറക്ഷൻ ആവട്ടെ, വീഡിയോ ട്രാൻസ്ഫോം ആവട്ടെ, എന്തും ദ എൻറ്റയർ എഡിറ്റഡ് ക്ലിപ്സിന് അത് അപ്ലൈ ആവും എന്നുള്ളതാണ്. അതുപോലെ ഇൻഡിവിജ്വൽ ക്ലിപ്സിന് കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള വർക്ക് ലോഡ് കുറക്കാനും ഇത് വളരെയധികം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കളർ ഗ്രേഡിങ്ങിന് ഞാനിവിടെ ഒരു ലട്ടാണ് ഉപയോഗിക്കുന്നത്. ലുക്കപ്പ് ടേബിൾ എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. അതിനായി വീഡിയോ എഫക്ട്സ് പാനലിൽ നിന്നും ലട്ട് കളർ ഫിൽറ്റർ ലോഡ് ചെയ്യാനുള്ളൊരു പ്ലഗിൻ ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുകയാണ്. മോഷൻ VFX എന്നൊരു പ്ലഗിനാണിത്. ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിനുശേഷം പ്രീസെറ്റ്സിൽ നിന്നും ടെക് ടോക്കിൻ്റെ ഒരു ലട്ട് ഞാൻ ലോഡ് ചെയ്യുകയാണ്. ഈ ഒരു ലട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലഗിൻ തന്നെയാണ് മോഷൻ VFX. ഇതിനകത്ത് നമുക്ക് ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാം, ഹൈലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, ദെൻ ഷാഡോസ്, മിഡ് ടോൺസ് ഒക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളങ്ങനെ വീഡിയോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി ചെറിയ മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ട് നമുക്കിതിൻ്റെ പ്രിവ്യൂ കാണാം.
വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ചെറിയൊരു പ്രൊഡക്റ്റ് ഷൂട്ടിൻ്റെ ബി റോളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. എന്തായാലും നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് ഇതുപോലുള്ള ബി റോൾ ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ലോക്ക്ഡൗൺ പീരീഡാണ്, അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള സമയമുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. അപ്പം എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാൻ മറക്കണ്ട. അപ്പോൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടെക് ടോക്ക്. ദിസ് ഈസ് ഹരീഷ് സൈനിങ് ഓഫ്.